ഹായ് ഹലോ ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു ആരംഭം എന്നുള്ള രീതിയിൽ മോള് ക്രിസ്മസ് കൂട് ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാഴ്ച മുന്നേ തന്നെ അവൾ തുടങ്ങി. ഇതൊക്കെ 2 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇതൊക്കെ തുടങ്ങി വെച്ചു കേട്ടോ. പിന്നെ അത് മുഴുമിപ്പിച്ചത് പിന്നെ കണ്ണുള്ള ഒരു ദിവസമാണ്. അപ്പോൾ കണ്ണനും കൂടിയിട്ടാണ് പിന്നെ അതൊക്കെ മുഴുമിപ്പിക്കുന്നത്. എല്ലാ പ്രാവശ്യവും അവൾ തന്നെയാണ് കേട്ടോ അവൾക്ക് തുടങ്ങി വെക്കുക. മോള് തന്നെയാണ് എല്ലാതും ചെയ്ത് കൊണ്ടുവരിക. പിന്നെ നമ്മൾ സ്റ്റാർ തൂക്കാൻ മാത്രം നമ്മൾ സഹായിക്കണ്ടു. ഇല്ല അതാ ഞാൻ പറഞ്ഞ അതിൻ്റെ അടിയിലൊരു വടി വെക്കാൻ. ഞാൻ കണ്ടില്ല അവിടെ ഇത്രയും നേരം എനിക്ക് ഈ ഐഡിയ തോന്നിയില്ലല്ലോ. പുൽക്കൂട് ഉണ്ടാക്കി ഉണ്ടാക്കി ചായ കുടിയായി. പൊണ്ണോ അവരിങ്ങനെ അടുത്തൊക്കെ ഉണ്ടാക്കി കൊടുത്ത ചിലപ്പോ എടുക്കൂലേ. ഉത്തോനും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത് ആവശ്യം കഴിഞ്ഞ ഉത്തോനും കൊടുക്കാം. പൊണ്ണു തക്കള ഇട്ടായ അവിടുന്ന് കിട്ടിയിട്ടില്ല. ആളെ ഉറങ്ങാനുള്ള പരിപാടി എഞ്ചി പൊതുവെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വേണ്ടെന്നാ നിങ്ങളിവിടെ ഇരുന്നോ? അതെടുക്കാം. അയ്യോ വേണ്ടടി, ഞാൻ വാന്തിയ പൊളിയൂട്ടത്. ആ അതിന്റെ നഖം വെട്ടിയാ മതി. അവന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. പുൽക്കൂട് ഉണ്ടാക്കിയ വശം തന്നെ നമ്മുടെ ചെക്കയിൽ സ്ഥലം പിടിച്ചു വിട്ടു. അവന് നല്ല ഇഷ്ടമായി അത് കണ്ടപ്പോൾ അതിൽ കിടന്ന് ഉറങ്ങാനായിട്ട്. ഇവളെ കുട്ടികളേനായിട്ട് ഇവിടെ കിടക്കുകയാണ് കേട്ടോ. ഈ കുട്ടികളാണെങ്കിൽ വലുതാവണമില്ല. എത്ര ദിവസമായിട്ടാണ് ഉണ്ടായിട്ടെന്ന് വെച്ചിട്ടാ അവറ്റിക്ക് ഉണ്ടായതിനെക്കാട്ടും ഒരു വ്യത്യാസവും ഇല്ല. അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും എപ്പോഴും പാലുകൂടിയാണ്. എന്നാലും ഇങ്ങനെ തന്നെ ഇരിക്കണുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ മുകളിലത്തെ ബൊഗൻവില്ല കണ്ട നല്ലോണം പൂത്ത് നിൽക്കണതാണ് കേട്ടോ. ഇതിങ്ങനെ രാവിലെ വെള്ളം ഒഴിക്കാൻ വരുമ്പോൾ ഒന്നിങ്ങനെ വെറുതെ ഒന്ന് എടുക്കും. ഓരോ ദിവസം എങ്ങനെ ഭംഗിയായി നിൽക്കണ ദിവസമൊക്കെ ഞാനിങ്ങനെ എടുക്കും കേട്ടോ. അപ്പം ഇതിൻ്റെ മുകളിൽ 2 പ്രാവശ്യം ഉണ്ടായി കേട്ടാ പൂവ്. ഒരു പ്രാവശ്യം വന്നിട്ട് അത് ഉണങ്ങി കൊഴിഞ്ഞു പോയിട്ടാ. എന്ത് വേഗം അതിൻ്റെ പൂ കൊഴിഞ്ഞു പോണത്. സാധാരണ ഇങ്ങനത്തെ പൂവൊക്കെ കുറേ കാലം നിൽക്കും എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. ഇത് വേഗം കൊഴിയും. എന്നിട്ട് പിന്നെ ഉണ്ടായതാട്ടോ അത്.
ഇപ്പോൾ തന്നെ നമ്മുടെ ഈ എന്താ പറയുക 10 മണി ഇങ്ങനെ പലതരം കളറുണ്ടെങ്കിലും തോനെ പൂ വിരിയണില്ല കേട്ടോ, കുറേശ്ശെ വിരിയണുള്ളൂ. ഞാനിങ്ങനെ ഓരോന്നൊക്കെ തെളിച്ച് കൊടുക്കണമൊക്കെ ഉണ്ട്. അത് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട്, എന്നിട്ട് വേണം എനിക്ക് അതിൻ്റെ കുറച്ച് കമ്പൊക്കെ പൊട്ടിച്ച് നടാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ട് ഇരിക്കണം. ഇപ്പം തന്നെ കയ്യരിക്കുന്നുണ്ട് കമ്പ് പൊട്ടിച്ച് നടാനൊക്കെ. അപ്പം പിന്നെ അത് ആകെ നാശമായി പോകുന്ന പേടിച്ചിട്ടാണ് കേട്ടോ അപ്പം ചെയ്യാത്തത്. ഞാനങ്ങനെയാണ്, ഒരെണ്ണം നല്ല ഭംഗിയായിട്ട് നിൽക്കുമ്പോഴൊക്കെ അത് പിടിച്ചിട്ട് ഓരോന്ന് ചെയ്തിട്ട് പിന്നെ ഒക്കെ നശിച്ചു പോണ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികൾ ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് ഓടിക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് വന്ന് കിടക്കും, അവിടുന്ന് ഓടിപ്പിക്കുമ്പോൾ വേറൊരു സ്ഥലത്ത്. ഏട്ടുള്ള ദിവസമാണെങ്കിൽ ഇവറ്റേക്ക് ഇരിക്കരിങ്ങി ഉണ്ടാവില്ല, ഏത് നേരം ഓടിപ്പിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഏട്ടന് പേടിയായി ഇങ്ങനത്തെ പൂച്ചക്കുട്ടികളെ കാണുന്നത് കേട്ടോ. അതാണ്, അല്ലാണ്ട് ദേഷ്യം ഉണ്ടായിട്ടല്ല, പേടി കാരണം ചീത്ത പറയണതാണ്. ഞങ്ങളേനും ചീത്ത പറയും അതിനെ, അവറ്റങ്ങളതിനെ കളിപ്പിക്കണേന്. അപ്പം കണ്ണൻ പിന്നെ ഒരു ദിവസം ഇലക്ഷൻ്റെ അന്ന് മുടക്കെടുത്തപ്പോൾ അന്ന് സ്റ്റാറൊക്കെ തൂക്കുകയാണ് കേട്ടോ. മോൾക്ക് വോട്ട് അവിടെ ആയ കാരണം കൊണ്ട് അവൾ അങ്ങോട്ട് പോയി കേട്ടോ, വോട്ട് ചെയ്യേണ്ട അന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ കണ്ണനാണ് സ്റ്റാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചെയ്യണത്. ഇപ്പം പിന്നെ നമുക്ക് ഇങ്ങനത്തെ ആ ഒരു ഓർഡർ ഉള്ളത് വേണ്ടല്ലോ, ഈ നമ്മുടെ സ്റ്റാർ ഇങ്ങനെ ബൾബൊക്കെ ആയിട്ട് LED സ്റ്റാറല്ല ഇപ്പം കിട്ടണത്. അത് കാരണം കൊണ്ട് ആ പഴയ ഓൾഡറുള്ള ബൾബ് ഇടുന്ന സ്റ്റാർ ഇപ്പം ഇല്ലാത്ത കാരണം കൊണ്ട് അതവിടെ വേസ്റ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇലക്ഷൻ്റെ അന്ന് ഒക്കെ അമ്മ, അപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ അമ്മയ്ക്ക്. അന്നത്തെ ദിവസം ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ടായിരുന്ന ആളാണ് കേട്ടോ. പിന്നീടാണ് കേട്ടോ വയ്യാണ്ടായതൊക്കെ. അപ്പോൾ ഇലക്ഷൻ്റെ അന്ന് ഞങ്ങൾ പോയി വന്നതിന് ശേഷം ഞാൻ എടുത്തു വെച്ചതാട്ടോ അത്. എനിക്ക് ഇപ്രാവശ്യം നല്ല ഭംഗിയിൽ വരച്ച് കിട്ടി. മറ്റേത് അങ്ങനെയല്ല, എൻ്റെ കയ്യുമ്പോൾ മൊത്തം അങ്ങോട്ട് ഒഴിച്ചു തരില്ല പതിവ്. ഇപ്രാവശ്യം കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്കും കണ്ണനൊക്കെ അങ്ങനെ തന്നെയാണ് കിട്ടിയത്. മോളുടെ കുറച്ച് പറന്നിട്ടുണ്ട് കേട്ടോ. മോള് ഇട്ട് വന്നപ്പോൾ നോക്കിയപ്പോൾ അവള് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ ഒഴിച്ച പോലെ ആയിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ എങ്ങനെയായിരിക്കും. ഇതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ, അങ്ങനെ നമുക്ക് വോട്ട് ചെയ്യാൻ പോകുക എന്നുള്ളത്. അപ്പോൾ സ്റ്റാറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വൈകുന്നേരം. ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ സ്റ്റാർ കണ്ണാ ചെടിയുടെ ഉള്ളിൽ കൊണ്ടുപോയി ഇട്ടു കേട്ടോ. കണ്ടില്ലേ, അത് ശരിക്കും കാണാനില്ല, എന്നാലും നല്ല ഭംഗിയുണ്ട്. അങ്ങനെ അടുത്തുനിന്ന് വന്ന് നോക്കുമ്പോൾ മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ വെറുതെ ഒരു വെളിച്ചം മാത്രമായിട്ടാണ് തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ല രസമായിട്ട് കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ. ഇപ്രാവശ്യത്തെ ഇവിടെ കിടക്കണതാണ്, ഇത് കണ്ണൻ ഇപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ സ്റ്റാറൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അത് എനിക്കെന്നാലും എൻ്റെ ആ കടലാസ് സ്റ്റാറില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഉള്ളിൽ ബൾബ് ഇട്ടിട്ട് കത്തുമ്പോൾ ആ ഒരു ഭംഗിയുണ്ടല്ലോ, ഇങ്ങനെ തുള്ളി കളിക്കില്ലെങ്കിലും നല്ല ഒരു ഭംഗിയാണ് അതിങ്ങനെ നിൽക്കണ കാണാൻ. ക്രിസ്മസിൻ്റെ ആ തണുപ്പും ഈ സ്റ്റാർ ഇങ്ങനെ നിൽക്കണതും, ഇങ്ങനെ തുള്ളിക്കളിക്കലില്ലാതെ വെറുതെ നിൽക്കില്ലേ, അത് ആ ലൈറ്റ് മാത്രമായിട്ട് അതൊരു പ്രത്യേക സുഖമാണ് കാണാനായിട്ട്. ഞാൻ രാത്രി ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പുലർച്ചെ എണിട്ടിട്ട് ഇത് ഇടും കേട്ടോ. അങ്ങനെ ചെയ്യുക ഞാൻ. എന്നിട്ട് ഒരു 6 മണി വരെയൊക്കെ ഇത് ഇട്ട് വയ്ക്കും, അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാറൊക്കെ തൂക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുണ്ട് കേട്ടോ, കാണാനായിട്ട് ഭംഗിയില്ലേ. അപ്പോൾ അതങ്ങനെ ഭംഗിയായിട്ട് കണ്ണൻ ചെയ്തു. ഈ സ്റ്റാർ ഇതുപോലെ ഞാൻ ആദ്യമേ പറയാറുണ്ട് ഈ ചെടിയുടെ ഉള്ളിൽ ഇടുകയെന്ന്. അപ്പോൾ ഏട്ടൻ ചീത്ത പറയും കേട്ടോ, ചെടിയുടെ ഉള്ളിലൊന്നും ഇടണ്ട, വല്ല എന്താ പറയുക മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ഷോർട്ടായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാറില്ല. ഇപ്രാവശ്യം ഞങ്ങളങ്ങോട്ട് ഇട്ടു. ഈ മഴയൊന്നും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല, അത് കാരണം കൊണ്ട് അവിടെ വൃത്തിയായിട്ട് നിൽക്കണമുണ്ട് കേട്ടോ. അപ്പം പണ്ട് ഇതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തിരുന്നത്. ഇവർ ചെറിയ കുട്ടികളാവുമ്പോൾ ഞാനാണ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് കണ്ണൻ കുറച്ച് ഇതൊക്കെ ചെയ്യാനായിട്ടൊരു അറിവ് വന്നപ്പോൾ കണ്ണനായി. മോള് വന്നപ്പോൾ പിന്നെ മോളായി. എല്ലാവരും മോൾക്കറിയാതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവള് തന്നെ എല്ലാതും ചെയ്യും. അപ്പോൾ ഈ നമ്മൾ എന്താ പറയുക ട്രീ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് പകരം നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത പോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ അരങ്ങൂടി ഇരിക്കുന്നുണ്ടായിരുന്നു, അത് വെച്ചിട്ട് തന്നെ കണ്ണ ഒരു എന്താ പറയുക ചെടിച്ചട്ടി കമിഴ്ത്തി വെച്ചിട്ട് അതിമ്മ വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യണത്. ആ ചെടിച്ചട്ടി ഭയങ്കര അത്ര വലുപ്പമല്ല, അത് കാരണം കൊണ്ട് ട്രീയും കുറച്ച് ചെറുതായിട്ട് ഇരിക്കും കേട്ടോ, വട്ടം കുറഞ്ഞിട്ട്. ഇത് ഞാൻ കുറച്ച് ക്ലേ ബോൾസ് നമ്മുടെ
ചെടിയുടെ ഇടയ്ക്കിലൊക്കെ ഇടാനായിട്ട് വാങ്ങിയതാണ്. ഞാൻ വെറുതെ നമ്മുടെ അകത്ത് കുറച്ച് ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കടക്കിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ തണുപ്പ് നിൽക്കും, അധികം വെള്ളം ഒഴിച്ചത് പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങി പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇതിപ്പോൾ മേടിച്ച് ഇട്ട് വെക്കണത്. ഒക്കെ ഓരോ പരീക്ഷണങ്ങളാട്ടോ എനിക്ക്. അതങ്ങനെ ചിലപ്പോൾ സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോ നേരത്തെ എൻ്റെ അവസ്ഥ അനുസരിച്ച് ഞാനത് മാനസികാവസ്ഥ അനുസരിച്ച് ഇതിങ്ങനെ മാറ്റി മറിച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ചെടികൾ അവിടെ അങ്ങനെ ഇരിക്കണത് ഞാൻ കഴുകി, ഇതൊക്കെ പുറത്തായിരുന്നേ മണ്ണ് പിടിച്ചിട്ടിരിക്കണായിരുന്നു ചട്ടികളാണ്, അതൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു എന്നുള്ള കേട്ടോ. ചെടി പറിക്കാതെ തന്നെ ചട്ടി മാത്രം പുറമെ കഴുകിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പം അങ്ങനെ നമ്മുടെ ഒരു ചെറിയ ഒരു എന്താ പറയുക ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു ചെറിയ സ്റ്റാൻഡ് അവിടെ അങ്ങനെ റെഡിയാക്കിയെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് ചോറ് തിന്നുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റവർക്ക് വെച്ച് കൊടുത്തപ്പോൾ അവരുടെ തന്നെ എടുത്ത് വെച്ച് നോക്കിയിട്ടാണ്. ഒരു കാര്യമില്ല, വെറുതെ അങ്ങനെ മണപ്പിച്ച് നിൽക്കുക എന്നല്ലാതെ കുറേ നേരം ഞാനിങ്ങനെ എടുത്ത് വെച്ച് നോക്കി അവരുടെ അങ്ങോട്ട് തിരിഞ്ഞ് പോവുക. അവർക്കത് വലിയ പിടുത്തമൊന്നുമില്ല, വലിയ ഇഷ്ടമൊന്നുമില്ല. ഇങ്ങനെ മണത്ത് നോക്കിയിട്ട് തിരിഞ്ഞു പോവുക അങ്ങനെ. അപ്പം ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ 10 മണി വിരിഞ്ഞത് മുഴുവനായിട്ടൊന്ന് വിരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ വിരിഞ്ഞിട്ട്. എന്നാലും ഇത് ഒരുപാടായി നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാണ്. പണ്ട് എൻ്റെ ഞാനൊരു ഷോർട്സൊക്കെ ഇട്ടുണ്ടായിരുന്നു 10 മണിയുടെ. എന്ത് രസമായിട്ടാണ് നമ്മുടെ ഈ തട്ടിൻ്റെ മുകളിൽ ഈ ടെറസിൻ്റെ മുകളിൽ 10 മണി നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം അതിങ്ങനെ ആലോചിക്കുമ്പോൾ സങ്കടം വരിക. ഇപ്പം അങ്ങനെ ഉണ്ടാവണില്ല എൻ്റെ, അതാണ് പറയണത്. ഒരു സമയത്ത് അതൊക്കെ ഉണ്ടാവുമോ, പിന്നെ നമ്മൾ വെക്കുമ്പോൾ അത്രയും അങ്ങോട്ട് ഭംഗിയായിട്ട് പിന്നീട് നമുക്ക് തോന്നുന്നില്ല കേട്ടോ. ഈ ഒരു ഇതിനെ കാണുമ്പോൾ എനിക്കൊരു ബോൺസായി ചെടി പോലെ തോന്നും. അതാണ് ഞാനത് ഇടയ്ക്കിടയ്ക്ക് അവിടെ. അപ്പോൾ അവിടെ പുൽക്കൂട് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ആയിട്ടാ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആരിക്കണമെന്ന് ഇവനാണ് ഇപ്പം ഇതിൻ്റെ ഉള്ളിലെ ആള്. കുറേ നേരം കാണുമ്പോൾ നമ്മളിങ്ങനെ എടുത്ത് പുറത്തേക്ക് ഒരു കാര്യമില്ല, പിന്നെയും വന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ വന്ന് കിടക്കും. അങ്ങനെയാണ്. അപ്പോൾ അടിച്ചോടിക്കണമൊക്കെ ഉണ്ട്, എന്നാലും പിന്നെ അവൻ വന്ന് അതിൽ കിടക്കുക. അവനെന്തോ അത് ഭയങ്കര ഇഷ്ടമായി. അതാണ്. ഇത് അമ്മേനെ ഞായറാഴ്ച രാത്രി വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാട്ടാ. ഒരു കുഴപ്പമില്ലാതെ ഇരുന്നുണ്ടായിരുന്ന ആളാണ്. ഇവിടെ നമ്മുടെ കാട്ടാമ്പാല അമ്പലത്തിൽ വിളക്കൊക്കെ കാണാൻ പോയത്. അപ്പം ഒന്നും ഒരു കുഴപ്പമില്ല. പെട്ടെന്നാണ് ഒരു ഛർദിയും എന്താ പറയുക ദേഹം വിറയലൊക്കെ ആയിട്ട് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പനി കൂടിയുണ്ടായിരുന്നു എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല പനിയുടെ. പക്ഷെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നല്ല പനിയാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് അവിടെ അന്ന് രാത്രി കിടന്നിട്ട് പിറ്റേ ദിവസം പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസിൽ നമ്മുടെ ഉണ്ണിയേശുവിനെ വെച്ചതിന് ശേഷമുള്ള ഒരു ഇതാണ് കേട്ടോ. ഇതൊന്നും കൂടിയൊക്കെ ഭംഗിയാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനൊന്നും പറ്റിയില്ല കേട്ടോ. കണ്ണൻ ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും പറ്റിയില്ല. അപ്പോൾ ഈ ഉള്ള പോലെ തന്നെ വെച്ചിട്ട് അതിൽ ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ ഉണ്ണീശോനെയൊക്കെ. അപ്പോൾ അതിൽ വെച്ചു. ഇപ്പോൾ ഇത്രയാ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പം ഇത്രയെങ്കിലും ആക്കാൻ പറ്റിയല്ലോ എന്നുള്ളപ്പോൾ സമാധാനം. അപ്പോൾ ഇങ്ങനെ വെച്ചു വിട്ടാ നമ്മുടെ ഉണ്ണീശോ. ഉണ്ണി പിറന്നു നമ്മുടെ കുടിലിൽ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് എന്താ പറയുക ഇതിനെ അടീനിയത്തിൻ്റെ ചെടികളാട്ടാ. അപ്പോൾ ഇത് 5 എണ്ണം 6 എണ്ണമൊക്കെ ആയിട്ട് കിട്ടില്ല. ചെറിയ ചെറിയ തൈകൾ 6 എണ്ണമായിട്ട് കിട്ടുന്നതാണ് ഇത്. അപ്പോൾ ഇത് വന്നപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലേ ഇലയൊക്കെ അങ്ങനെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ടൈമുള്ള ഇലയ്ക്ക്. പിന്നെ അത് വേഗം വരും. അപ്പോൾ പിന്നെ കുഴപ്പമില്ലാന്ന് വെച്ചു. പിന്നെ ഇത് വേറെ ഒരു സെറ്റ് വേറെ നല്ല ഭംഗിയുള്ള കളർ കണ്ടപ്പോൾ അത് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇത് കുറച്ച് വലിയ തൈകളാണ്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അതിൻ്റെ അടിയിലത്തെ അതിൻ്റെ വേര് ഭാഗത്തുള്ള വലുപ്പമൊക്കെ ഇല്ലേ, അതൊക്കെ ഒത്തിരി നല്ല വലുപ്പമുണ്ട് കേട്ടോ. അപ്പം അതങ്ങനെ എടുത്തു വെച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനത് തുറക്കണത്. അപ്പം അതിൻ്റെ ഒരു ക്ഷീണം ആ ചെടിക്കുണ്ട് കേട്ടോ. വരാനും കുറച്ച് വൈകിയുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ തുറക്കാനും മടിച്ചിട്ട് അവിടെ വെച്ചിട്ട് എടുത്ത് തുറന്നപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ക്ഷീണം പിടിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നു മറ്റേ ചെടികൾ കേട്ടോ. ഇതിന് വലിയ കുഴപ്പമില്ല, ക്ഷീണം അതൊന്നും ഉണ്ടായിരുന്നില്ല, ഇലയൊന്നും കൊഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല ഇഷ്ടമായി ഈ ചെടി. ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് ഇലയില്ലാതെ ഇല കാണാതെ പൂവുണ്ടാവും ചില സമയത്ത്.
അപ്പോൾ അത് ഞാൻ നട്ടുവെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ, അതുപോലെ തന്നെ ന്യൂ ഇയർ ആശംസകളും നേരാണ് കേട്ടോ. അപ്പോൾ അഡ്വാൻസ്ഡ് ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.